ഇത് കാശ്മീരിലേക്കോ ലഡാക്കിലേക്കോ ടൂർ പോകാൻ വേണ്ടി ട്രെയിൻ കാത്ത് നിൽക്കുന്ന ആൾക്കാരല്ല. ഇത് നമ്മുടെ സ്വന്തം പ്രധാനമന്ത്രി നരേന്ദ്രമോദിൻ്റെ ഗുജറാത്തിലെ സൂറത്തിൽ LPG ഷോർട്ടേജ് കാരണം ഇവർ ജോലി ചെയ്തിരുന്ന കമ്പനികളുടെ ഓപ്പറേഷൻ നിർത്തിയപ്പോൾ എന്തുണ്ടായി? ഇവർക്ക് വരുമാനം ഇല്ലാതായി. ഈ വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ അവരുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതിപ്പോൾ ഗുജറാത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട്, ഇന്ത്യൻ്റെ പല ഭാഗത്തു നിന്നുള്ളവരുണ്ട്. ഇത് ഗുജറാത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കേരളത്തിലും സെയിം അവസ്ഥ ഉണ്ട് പലയിടത്തും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 50% മുകളിൽ ഹോട്ടലുകൾ ഏതാണ്ട് 2 ആഴ്ചയോളമായിട്ട് അടഞ്ഞു കിടക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് ഹോട്ടലിലെ ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത്? വിറകടുപ്പിലാണോ അതോ ഗ്യാസിലാണോ? 20 ദിവസമായിട്ട് വിറകടുപ്പിനെ പാചകം ചെയ്യുന്നത്. അതായത് ഈ മാസം 9-ാം തീയതിയാണ് പെട്ടെന്ന് ഗ്യാസ് ഷോർട്ട് വന്ന് അവർ പറഞ്ഞത് കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ലിമിറ്റഡ് ഫുഡിലേക്ക് മാറി. ഒരു ഫിക്സഡ് മെനുവാണ്. കാരണം കുറച്ച് നമ്മൾ ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും ഉണ്ടാക്കി വെക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ നമുക്ക് എന്താണ് ഗ്യാസ് നാളെ കിട്ടില്ലോ എന്നുള്ള കറ കൂട്ടി പോകുന്നുള്ള വെടി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അത് വീണ്ടും ഉണ്ടാക്കാൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ആവുന്നില്ല. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ചായ പ്രതിസന്ധിയിലാണ്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് എന്താണ്? സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് എന്താണ്? 60 ദിവസത്തിന് വേണ്ട ക്രൂഡ് ഓയിൽ റിസർവായിട്ട് ഉണ്ട്. അതുമാത്രമല്ല 30 ദിവസത്തിന് ഇന്ത്യക്കാർ മൊത്തം ഉപയോഗിക്കാനുള്ള LPG റിസർവായിട്ടുണ്ട്. അപ്പോൾ പേടിക്കല്ല. പിന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒക്കെ കുറേയൊക്കെ ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആണല്ലോ, അപ്പോൾ വലിയ പ്രശ്നമല്ല. പക്ഷേ ഇത് വെറും ഒരു LPGയിലോ അല്ലെങ്കിൽ പെട്രോളിലോ ഡീസലിലോ മാത്രം ഒതുങ്ങുന്നൊരു വിഷയമല്ല. ഇത് പല സെക്ടറിനെയും ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, ഈ പ്ലാസ്റ്റിക് ക്രൂഡ് ഓയിലിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ക്രൂഡ് ഓയിൽ ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്. ഈ പെട്രോ കെമിക്കൽ കമ്പനിയാണ് പ്ലാസ്റ്റിക് നിർമ്മിക്കുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ വിലയിലും മാറ്റം വരും. ഇപ്പോൾ എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഭക്ഷണം വാങ്ങാൻ പോയി, ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ഫുഡ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ആ ഫുഡ് കണ്ടെയ്നർ പ്ലാസ്റ്റിക്കാണ്. ഒരു വെള്ളം വാങ്ങി കുടിച്ചു കഴിഞ്ഞാൽ ബോട്ടിൽ വാട്ടർ പ്ലാസ്റ്റിക്കാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഫോണ്, ലാപ്ടോപ്പ്, ക്യാമറ, ഫ്രിഡ്ജ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് സാധനങ്ങളിലും പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ എവിടെയാണ് പ്ലാസ്റ്റിക് ഇല്ലാത്തത് എന്ന് ചോദിക്കുക ഒന്നും കൂടി എളുപ്പം. ഇപ്പോൾ ഒരു ബോട്ടിൽ വാട്ടറിൻ്റെ കാര്യം ഉണ്ടല്ലോ, ബോട്ടിലിന് ഏകദേശം 2 രൂപയാണ്. ഇപ്പോൾ ഈ ഒരു ക്രൂഡ് ഓയിൽ സപ്ലൈയിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ 2 രൂപ എന്നുള്ളത് 3 രൂപയാവാം, അതിലും കൂടാം. അപ്പോൾ അവസാനം അത് ആര് പേ ചെയ്യേണ്ടി വരും? അത് ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സ് നമ്മൾ പേ ചെയ്യേണ്ട അവസ്ഥയാവും. പോളിപ്രൊപ്പല്ലൈൻ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ഉണ്ട്. ഇത് ഇവിടെ ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. അപ്പോൾ ഈ പോളിപ്രൊപ്പല്ലൈനിന് ഈ ഒരു സമയത്ത് കിലോയ്ക്ക് 23 രൂപ മുതൽ 25 രൂപ വരെ കൂടിയിട്ടുണ്ട്. ഈ പോളിപ്രൊപ്പല്ലൈൻ എവിടെ യൂസ് ചെയ്യുന്നത്? ഫുഡ് കണ്ടെയ്നേഴ്സിലും. ഈ ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, ബോട്ടിൽ വാട്ടറിൻ്റെ ക്യാപ്പ്, കാറിൻ്റെ ബമ്പർ, ഡാഷ്ബോർഡ്, സിറിഞ്ചിൽ, പിന്നെ സർജിക്കൽ ഇൻസ്ട്രുമെൻസിൽ, ടോയ്സ്, ഫർണിച്ചർ, അങ്ങനെ ഒരു വലിയ ലിസ്റ്റാണ്. അപ്പോൾ ഇതിലെല്ലാം ആ ഒരു വില വ്യത്യാസം ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച്, ക്രൂഡ് ഓയിലിൻ്റെ സപ്ലൈയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് പ്ലാസ്റ്റിക്കിൻ്റെ വിലയിലും മാറ്റം വരും. ഇപ്പം അടുത്തത് ഫെർട്ടിലൈസർ, വളം. ഈ ഫെർട്ടിലൈസേഴ്സിൻ്റെ മെയിൻ സോഴ്സ് ഈ നാച്ചുറൽ ഗ്യാസും ക്രൂഡ് ഓയിലുമാണ്. ഫെർട്ടിലൈസേഴ്സ് ആയിട്ടുള്ള യൂറിയ ആയിക്കോട്ടെ, സൾഫർ ആയിക്കോട്ടെ, അമോണിയ ആയിക്കോട്ടെ, ഫോസ്ഫേറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു മെയിൻ സോഴ്സ് ഇതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ യൂറിയൻ്റെ വിലയിൽ ഇപ്പോൾ ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 27-ന് $457 ഉണ്ടായിരുന്നത് ഈ മാസം മാർച്ച് 28-ന് $692 ആയിട്ടുണ്ട്. ഏകദേശം 51% വർധനവ്. എങ്ങനെയാണ് ഈ യൂറിയ ഇത്രയും വില കൂടാൻ കാരണം? ഈ യൂറിയ ഉണ്ടാക്കുന്നത് നാച്ചുറൽ ഗ്യാസ് എന്ന് അമോണിയ പ്രോസസ്സ് ചെയ്തുണ്ടാക്കി അതിന് ശേഷമാണ് യൂറിയ ഉണ്ടാക്കുന്നത്. നാച്ചുറൽ ഗ്യാസിൽ വന്ന ചേഞ്ചാണ് ഈ യൂറിയയിൽ വന്ന ചേഞ്ച്. അതുമാത്രമല്ല, ഇന്ത്യയുടെ 2/3 സൾഫറും അമോണിയ എല്ലാം വരുന്നത് GCC എന്നാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഈ സൾഫറിൻ്റെ അമോണിയൻ്റെ ഒക്കെ വില കൂടും. വിത്ത് യൂറിയ, നാച്ചുറൽ ഗ്യാസ് എന്നാണ് യൂറിയ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന ചേഞ്ചും വരും. ലോകത്തിലെ ടോട്ടൽ ഫെർട്ടിലൈസർ ട്രേഡിൻ്റെ 30% നടക്കുന്നതും സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് വഴിയാണ്. ഇൻ കേസ് ഇവിടെ എന്തെങ്കിലും ഒരു പ്രോബ്ലം നടന്ന് കഴിഞ്ഞാൽ ഫെർട്ടിലൈസർ കിട്ടാത്ത അവസ്ഥയിലെത്തും. ഫെർട്ടിലൈസർ വളം കിട്ടിയില്ലെങ്കിൽ എന്തുണ്ടാവും? അത് വിളയെ ബാധിക്കും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു 100 കിലോ സവാള കിട്ടാൻ സാധ്യതയുള്ള ഒരു കൃഷി സ്ഥലം,
അവിടെ കൃത്യമായിട്ട് വളപ്രയോഗം നടത്തിയാലാണ് ആ 100 കിലോ കിട്ടുക. ഇനി അത് കൃത്യമായിട്ട് ആ വളപ്രയോഗം ചെയ്തില്ല എന്ന് കരുതുക. അപ്പം എന്തുണ്ടാവും, ഈ 100 കിലോ എന്നുള്ളത് ചിലപ്പോൾ 60 കിലോ ആയിട്ട് ചുരുങ്ങും. ഇങ്ങനെ 10 സ്ഥലത്ത് ഇങ്ങനെ 60 കിലോ മാത്രമേ കിട്ടണുള്ളെങ്കിലോ, 100 സ്ഥലത്ത് 60 കിലോ മാത്രമേ കിട്ടണുള്ളെങ്കിലോ, അപ്പോൾ അതൊരു വലിയൊരു ഫുഡ് ക്രൈസിസിലേക്ക് പോകും. ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തുണ്ടാവും, വില കൂടും. സവാള മാത്രമല്ല, ഉരുളക്കിഴങ്ങ്, തക്കാളി, അരി എന്തും ആവാം. ഇനിയിപ്പോൾ ഈ രാസവളത്തിന് പകരം ജൈവവളം അങ്ങോട്ട് ഉപയോഗിച്ചു എന്ന് കരുതുക, പ്രശ്നം അങ്ങോട്ട് തീർന്നല്ലോ എന്ന് കരുതാൻ പറ്റില്ല. ഇതിന് നല്ലൊരു എക്സാമ്പിളാണ്, ഇതിന് രണ്ടിനും നല്ലൊരു എക്സാമ്പിളാണ് ശ്രീലങ്ക. 2022 ശ്രീലങ്ക നേരിട്ട വലിയൊരു പ്രതിസന്ധിയാണ്, സാമ്പത്തിക പ്രതിസന്ധി. അതിനൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന്, ഒരു ദിവസം പെട്ടെന്ന് ശ്രീലങ്ക എടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കേൻ്റെ കൃഷി സ്ഥലങ്ങളിൽ രാസവളത്തിന് പകരം ജൈവവളം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്തായിരുന്നു എന്നറിയാം. ഫുഡ് ക്രൈസിസ് വന്നു. ഫുഡ് ക്രൈസിസ് വന്നപ്പോൾ എന്തുണ്ടായി, ഹൈ ഇൻഫ്ലേഷനായി, കടം പെരുകി, ടോട്ടൽ കൊളാപ്സ്, റിസഷൻ, സാമ്പത്തിക പ്രതിസന്ധി. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് ഇതാണ്, വേറെയും പല റീസൺസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ശ്രീലങ്ക രാസവളത്തിന് പകരം ജൈവവളം ഉപയോഗിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയത്? കാരണം ഈ രാസവളം എല്ലാം പുറത്തുനിന്നാണ്, പ്രത്യേകിച്ച് GCC എന്നാണ് ഇറക്കുമതി ചെയ്യണത്. അപ്പോൾ ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. അവസാനം ആവശ്യത്തിന് വേണ്ട അരി വരെ ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ ഒരു ഫുള്ള് ജൈവവളത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് അത്ര പോസിബിൾ അല്ല. ഈ യുദ്ധം ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് നമ്മുടെ സാമ്പത്തിക മേഖല. രൂപേൻ്റെ മൂല്യം ദിനം പ്രതി ഇടിഞ്ഞ് ഇപ്പോൾ 95 രൂപ ലെവലിലേക്ക് എത്തി. ക്രൂഡ് ഓയിലിൻ്റെ വിലയോ കഴിഞ്ഞ മാസം ഈ സമയത്ത് ബാരലിൽ $73 ഉണ്ടായിരുന്നത് ഇന്ന് $106 ക്രോസ് ചെയ്തു പോയി. ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടിയത് കൊണ്ട് എന്തുണ്ടായി, ഇന്ത്യ കഴിഞ്ഞ മാസം കൊടുത്ത ഡോളറിനേക്കാൾ കൂടുതൽ ഡോളർ കൊടുത്ത് ക്രൂഡ് ഓയിൽ പർച്ചേസ് ചെയ്യേണ്ട അവസ്ഥയിലെത്തി. റിസർവ് മണിയായിട്ടുള്ള ഈ ഡോളർ ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ റുപ്പി ഇങ്ങനെ വീക്കായിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ വീക്കായാലുള്ള പ്രശ്നം എന്താണ്, നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. ആ വില കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും, ഇൻഫ്ലേഷൻ കൂടും, പണപ്പെരുപ്പം കൂടും, സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നേരെ മറിച്ച് നമുക്ക് കിട്ടുന്ന വരുമാനത്തിലോ അല്ലെങ്കിൽ സാലറിയിലോ ഒന്നും ഒരു ചേഞ്ചും ഉണ്ടാവില്ല. മുമ്പ് കഴിഞ്ഞ മാസം 500 രൂപയ്ക്ക് മേടിച്ചിരുന്ന സാധനം ഈ മാസം 600 രൂപയ്ക്ക് വാങ്ങേണ്ടി വരും. പക്ഷെ കഴിഞ്ഞ മാസം 10,000 കിട്ടിയവന് ഈ മാസം 10,000 തന്നെ കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ട്. പിന്നെ നമ്മുടെ രൂപ ഇങ്ങനെ വീഴാൻ മറ്റൊരു കാരണം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ ഒരു മാസം കൊണ്ട് 40 ലക്ഷം കോടി രൂപയാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ വൈപ്പ് ഔട്ടായി പോയത്. ഒരു മാസം കൊണ്ട് നിഫ്റ്റി വീണത് 9%. ഇതിന് തിരിച്ചു കയറാൻ എത്ര കാലം എടുക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ സമയത്ത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിറ്റത് 1,24,244 കോടി രൂപയാണ്. ഇവിടേക്ക് ഇൻവെസ്റ്റേഴ്സ് വന്നാലുള്ളൂ നമ്മുടെ രൂപ സ്ട്രോങ് ആവുള്ളൂ. ഇവിടുന്ന് ഇൻവെസ്റ്റേഴ്സ് തിരിച്ചു പോവുകയാണ്. അപ്പം എന്തുണ്ടായി, രൂപേൻ്റെ മൂല്യം പിന്നെ ഇടിയും. ഈ മാർക്കറ്റ് ഇങ്ങനെ വീണുകൊണ്ടുള്ള വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഈ യുദ്ധം കഴിയുമ്പോൾ തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് അല്ലാത്ത കമ്പനികൾ വർഷങ്ങളോളം എടുക്കും ചിലപ്പോൾ തിരിച്ചു കയറാൻ. അപ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റേഴ്സ്, സാധാരണ ആൾക്കാരെ കാശാണ് അവിടെ സ്റ്റക്കായി പോകുന്നത്. അങ്ങനെ ഒരു വേറൊരു പ്രോബ്ലം ഉണ്ട്. വിനോദയാത്ര എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടല്ലോ, അപ്പം അതിൽ മീര ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഇറാഖിൽ അമേരിക്ക എത്ര പട്ടാളക്കാരെ അയച്ചു, ഉത്തര കൊറിയ അണുപരീക്ഷണം നടത്തിയോ, ഫിഡൽ കാസ്ട്രോ ക്യൂബ ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി. ഇതൊന്നും ഒരു ശരാശരി മലയാളിയുടെ വിഷയമല്ല. ഇപ്പം മനസ്സിലായില്ലേ? ഇറാനിൽ ബോംബ് പൊട്ടിയാലും ശരി, അത് നമ്മളെ ബാധിക്കും. ഇസ്രായേലിൽ ബോംബ് പൊട്ടിയാലും ശരി, സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് ഒന്ന് കുറച്ച് ദിവസത്തിന് തടഞ്ഞു നിർത്തിയാലും മതി. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മളെ ബാധിക്കും. അപ്പം ഈ ഒരു പ്രശ്നം ഇന്ന് വരും നാളെ വരും എന്നല്ല ഞാൻ പറയണത്. ഇത് ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഇന്ത്യക്കാരായിക്കോട്ടെ, ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാരായിക്കോട്ടെ, ആ റിസഷനിലേക്കുള്ള, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കുള്ള സാധ്യത ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് യുദ്ധം തീർന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം ഈ ഒരു പ്രശ്നം പരമാവധി ഒഴിവാക്കാൻ പറ്റും. ഒരു കാര്യമുണ്ട്, നമുക്ക് ഈ പൊളിറ്റിക്സിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല, ഈ യുദ്ധത്തിനോടൊന്നും താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ യുദ്ധത്തിന് നമ്മളോട് ഭയങ്കര താല്പര്യമുണ്ട്.